ടണൽ അഗ്രോഫാം നഴ്സറി, ചെറുവാഞ്ചേരി. ഇലക്ഷൻ ഡ്യൂട്ടി ചെയ്യുന്നതിനാൽ വോട്ട് നിഷേധിക്കപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് അതിനുള്ള അവസരം ഒരുക്കണമെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പ്രത്യേക വിഭാഗത്തിൽ ഉൾപ്പെടുന്ന സേനാ ഉദ്യോഗസ്ഥരടക്കം 1.25 ലക്ഷം പേരുണ്ട്. ഇതിൽ നിരവധി പേർക്ക് വോട്ടവകാശം നിഷേധിക്കപ്പെട്ടുവെന്നും MV ജയരാജൻ പറഞ്ഞു. അന്നോ തൊട്ടടുത്ത ദിവസമോ പോളിംഗ് സംഘടിപ്പിക്കാം. അപ്രതീക്ഷിതമായി ഒരിടത്ത് പോളിംഗ് അന്ന് നടത്താൻ സമയത്തിന് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല എന്ന് വന്നാലും തൊട്ടടുത്ത ദിവസം പോളിംഗ് നടത്താം. അപ്പോയിൻമെൻറ്റ് ഓർഡർ ഉള്ളവരാണ് 21,652 വോട്ട് ചെയ്യാൻ കഴിയാത്ത ജീവനക്കാർ. തെരഞ്ഞെടുപ്പിൽ ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ടവരാണ് മറ്റ് ജോലിയിൽ ഏർപ്പെട്ടവർ. അവരാരാണ് എന്ന് ഇലക്ഷൻ അധികൃതരുടെ കയ്യിൽ കൃത്യമായ പേരുവിവരങ്ങളുണ്ട്. അതുകൊണ്ട് വോട്ടെണ്ണുന്നതിന് മുമ്പ് അവർക്ക് ഫെസിലിറ്റേഷൻ സെൻറ്ററിൽ പോയി വോട്ട് ചെയ്യാൻ കഴിയും വിധത്തിൽ ഒരു സംവിധാനം ചീഫ് ഇലക്ടറൽ ഓഫീസർ ഉണ്ടാക്കണം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 15,67,020 പേർക്ക് ഇലക്ഷൻ ഡ്യൂട്ടി നൽകിയിട്ടുണ്ട്. ഫെസിലിറ്റേഷൻ സെന്ററിൽ നിന്ന് ബാലറ്റ് ലഭിക്കാത്തവർ നിരവധിയാണ്. തൃത്താല മണ്ഡലത്തിൽ 436 NCC കേഡറ്റുകൾക്ക് വോട്ട് നിഷേധിക്കപ്പെട്ടു. ഇത്തരത്തിൽപ്പെട്ട 21,156 പേർ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അവർക്ക് വോട്ട് ചെയ്യാൻ അടിയന്തരമായി അവസരമൊരുക്കണം. മെയ് 4 വോട്ടെണ്ണലിന് മുമ്പ് അവസരമൊരുക്കണം. തെരഞ്ഞെടുപ്പ് കണക്കുകൾ മറച്ചുവെക്കുകയാണ് ഇലക്ഷൻ കമ്മീഷൻ. സംശയാസ്പദമാണ് ഇലക്ഷൻ കമ്മീഷന്റെ നടപടി. ബാലറ്റ് വിതരണത്തിലും വോട്ടിംഗിലും ദുരൂഹതയുണ്ടെന്നും MV ജയരാജൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് വിധിയിൽ ആശങ്കയില്ല. ഇടതുപക്ഷത്തിന് മുന്നേറ്റം ഉണ്ടാക്കാനാവും. പയ്യന്നൂരിലെ അക്രമ സംഭവങ്ങൾ ദൗർഭാഗ്യകരമാണ്. ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത സംഭവങ്ങളാണത്. അക്രമം ഒന്നിനും പരിഹാരമല്ല. കടുത്ത മത്സരമായിരുന്നു സംസ്ഥാനമാകെ നടന്നത്. EC വാക്കോവർ ഒരു മണ്ഡലത്തിലുമില്ല. ധർമ്മടത്തടക്കം ജാഗ്രതയോടെയുള്ള പ്രവർത്തനമാണ് LDF നടത്തിയതെന്നും MV ജയരാജൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ. നിങ്ങളുടെ വീട്, നിങ്ങളുടെ അഭിമാനം, ഒപ്പം ഞങ്ങളുടെയും. വീടും പരിസരവും പ്രകൃതിയുടെ വൈവിധ്യം കൊണ്ട് സമ്പന്നമാക്കാൻ ടണൽ അഗ്രോഫാം ആൻഡ് നഴ്സറി, ചെറുവാഞ്ചേരി. ബോൺസായി, ഓർണമെന്റൽ, എക്സോട്ടിക്, ഇൻഡോർ, ഔട്ട്ഡോർ ഫ്രൂട്ട് പ്ലാന്റുകളുടെ വിപുലമായ ശേഖരം. ലാൻഡ്സ്കേപ്പിംഗ്, ഡിസൈനിംഗ് ആൻഡ് ഗാർഡനിംഗ് രംഗത്ത് വിദഗ്ധരുടെ സേവനം. ഇനി നിങ്ങളുടെ പൂന്തോട്ടം മനസ്സുപോലെ മനോഹരം. The biggest nursery in Kannur district since 1997, approved by Government of Kerala.